ഇന്നത്തെ ദിവസം ഒരു ഓർമ്മപ്പെടുത്തലിന്റേത് കൂടിയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് 12 വർഷം തികയുന്നു. എതിരാളികൾ വെട്ടിനുറുക്കിയ ടി.പി. എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകളുടെ ഇരമ്പം വടകരയുടെ മണ്ണിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. കൊന്നിട്ടും തോൽവിക്ക് വിട്ടുകൊടുക്കാത്ത ഒരു ജനതയുണ്ട് ഒഞ്ചിയത്ത്. ടി.പിയുടെ രക്തസാക്ഷിത്വവും നിലപാടുകളും ഇവരിൽ ആവേശമാണ്. ഇന്ന് ടി.പിയുടെ 12ാം രക്തസാക്ഷിത്വ ദിനം. ഹൈക്കോടതി വിധിയിലൂടെ ടി.പിക്ക് കൂടുതൽ നീതി ലഭിച്ച ഒരു വർഷം കൂടിയാണിത്. ജീവിതത്തിന്റെ ഉൾവെളിച്ചം കേട്ട കെ രമ ടി.പി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ തീപ്പന്തമായി മുന്നിലുണ്ട്. നിലവിലുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കാനും നേരത്തെ വിട്ടുപോയ പ്രതികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 CPMന്റെ നേതാക്കന്മാരെ കൂടി ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്താനും സാധിച്ചു എന്നതാണ് ഈ ഹൈക്കോടതിയുടെ അപ്പീൽ വിധിയിൽ വന്ന ഒരു സന്തോഷം. അദ്ദേഹത്തിന് ഒരു പകുതിയെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക് സാധിച്ചു എന്ന ഒരു സംതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 2009-ലും 2011-നും ശേഷവും സജീവ സാന്നിധ്യമായി ഉറങ്ങാത്ത ടി.പി എന്ന പ്രതിയോഗിയോട് ഏറ്റുമുട്ടുമ്പോൾ മറുപക്ഷത്തിന്റെ കരുത്ത് ചോരുകയാണ് ഇപ്പോഴും. കൽപ്പറ്റ നാരായണ മാഷയുടെ കവിതയിലെ ഒരു ഭാഗമുണ്ട്. മരിച്ചതിൽ പിന്നെ ചന്ദ്രശേഖരൻ ഉറങ്ങിയിട്ടില്ല, പലരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഓർക്കാട്ടിരിയിൽ സമ്മേളനവും വീട്ടിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പതിവ് പോലെയുള്ള പരിപാടികളും നടക്കും. ടി.പിയുടെ രക്തസാക്ഷിത്വത്തിന് 12 ആണ്ട്. ടി.പി മരിച്ചതിന് ശേഷം ഉറങ്ങിയിട്ടില്ല എന്നാണ് കെ രമ പറയുന്നത്. ഒഞ്ചിത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.